തീരുമാനിച്ചിട്ടുള്ളത്. 12 ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന് ഒക്ടോബറിൽ ആസിയാൻ രാജ്യങ്ങളുമായി ഈ കരാർ നടപടികളിലേക്ക് പ്രവേശിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപജീവനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല. കേരളത്തിലെ ജനങ്ങളും വളരെ കൂടുതൽ ആളുകളുടെ ജീവിത വരുമാന മാർഗമാണ് കാർഷിക മേഖല. ഈ കാർഷിക മേഖലയെ പൂർണ്ണമായി തകർത്തു കളയുന്ന, മത്സ്യബന്ധന മേഖലയെ തകർത്തു കളയുന്ന നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറാണ് ആസിയാൻ കരാർ. ഇതിനകം കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പല വഴികളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരാർ വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം, നമ്മുടെ രാജ്യത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രയാസങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും അവരെ എത്തിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ഇതിനു പറയുന്ന ന്യായം, നമ്മുടെ രാജ്യത്തെ വൻകിട ഉരുക്കു നിർമ്മാതാക്കൾ, ഓട്ടോമൊബൈൽ പാർട്സുകൾ വിൽക്കുന്ന ഉൽപാദകർ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഉൽപാദകർ, ഇത്തരം ഉൽപാദകർക്ക് ഒരു പുതിയ വിപണി തുറന്നു കിട്ടുകയാണ്. ഇതൊരു മുതലാളിത്ത ലോകമാണ്. തുറന്ന വിപണി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് ആ തുറന്ന വിപണിയിൽ നിന്ന് ഇന്ത്യക്കായി മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുക എന്നത് ഈ രാജ്യത്തിന് നിർബന്ധമാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ഈ രാജ്യം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 70% ആളുകൾ ജീവിക്കുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുമ്പോഴാണ് കാർഷിക മേഖല ശക്തിപ്പെടുക. കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയുടെ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്. ഓരോ വർഷവും ഗവൺമെന്റ് പുറത്തിറക്കുന്ന സാമ്പത്തിക അവലോകന സർവേ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാർഷിക പുരോഗതി ഓരോ വർഷം കഴിയുമ്പോഴും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ വരുമാനത്തിൽ ഒമ്പിച്ച ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച ഏതാണ്ട് 10-15 വർഷമായി നമ്മുടെ രാജ്യത്തൊരു സ്ഥിരം പ്രതിഭാസമായിരിക്കുന്നു. ഇങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലും, എന്നാൽ ആ കാർഷിക മേഖല ഗുരുതരമായ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മറന്നുപോകാൻ പാടില്ല. വർഷങ്ങളായി ഈ കാർഷിക പ്രതിസന്ധിയുടെ ഫലമായി കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുകയാണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ വിദർഭ മേഖലയിൽ, കാർഷിക പ്രതിസന്ധി രൂക്ഷമായ വിദർഭ മേഖലയിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദർഭ മേഖലയിൽ അദ്ദേഹം പര്യടനം നടത്തിയതിനു ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞത് എന്റെ കണ്ണു നിറഞ്ഞുപോയി എന്നാണ്. അവിടെ അദ്ദേഹത്തിന്റെ മുന്നിൽ ആർത്തനാദങ്ങളുമായി എത്തിയ കൃഷിക്കാരുടെ സഹധർമ്മിണികൾ, കുട്ടികൾ, അനാഥരാക്കപ്പെട്ടവർ പ്രധാനമന്ത്രിയുടെ മുന്നിൽ കൂട്ട നിലവിളികളുമായിട്ടാണ് അവർ സമീപിച്ചത്. ആ നിലവിളികൾ കണ്ടപ്പോൾ ഉദാരവൽക്കരണവാദിയായ ആഗോളവൽക്കരണ നയങ്ങളുടെ നടത്തിപ്പുകാരനായ ഡോക്ടർ മൻമോഹൻ സിംഗ് പോലും പറഞ്ഞു, എന്റെ കണ്ണു നിറഞ്ഞുപോയി, എന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടാക്കിയ സംഭവമാണ് എന്റെ വിദർഭ സന്ദർശനമെന്നത്. 1 ലക്ഷത്തിൽ പരം ആളുകളാണ് വിദർഭയിൽ മാത്രം കൃഷിക്കാർ